മനസ്സും പ്രമേഹവും. ഈ മാസം JDC ഡയബറ്റിസ് ജെംസിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ വിഷയമാണ്. 3 രോഗികളെ കാണുമ്പോൾ ഒരാളെങ്കിലും ചോദിക്കാറുണ്ട്, ഡോക്ടറെ, ഈ പ്രമേഹ രോഗവും മനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം മനസ്സ് വിഷമിക്കുന്ന വേളകളിൽ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ ഒരുപാട് കൂടുന്നതായിട്ട് കാണുന്നു. രോഗികളുടെ ഒരു കണ്ടെത്തലാണിത്. പക്ഷേ ഇത് ഗവേഷണത്തിൻ്റെ ഒരു പ്രധാന വിഷയവുമാണ്. ഞാനിപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു, ഡയബറ്റീസ് ആൻഡ് മെൻ്റൽ സ്ട്രെസ്. ഡയബറ്റീസ് ആൻഡ് മെൻ്റൽ സ്ട്രെസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പഠനങ്ങളാണ് ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചികിത്സയിലോ അല്ലെങ്കിൽ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴോ അധികം പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ കൂടിയും ഡയബറ്റീസും സ്ട്രെസ്സും വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. അത് സ്വാഭാവികമാണ്. ഉയർച്ചയും താഴ്ചയും അത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്സ് പരിശോധിക്കുകയാണ് എങ്കിൽ റിട്ടയർമെൻറ്റ്, ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ, ഭാര്യയോ ഭർത്താവോ മരിച്ചു പോവുക, ഇതെല്ലാം വളരെ അഗാധമായിട്ട് മനസ്സിന് മുറിവേൽക്കുന്ന ചില സംഭവങ്ങളാണ്. ഈ അവസരത്തിൽ പ്രമേഹ രോഗികൾക്ക് തീർച്ചയായും രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി ഉയരുവാൻ സാധ്യതയുണ്ട്. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ധാരാളം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇൻസുലിന് ശത്രുക്കളാണ് ഇത്തരം ഹോർമോണുകൾ. അത്തരം വേളകളിൽ രക്തത്തിലെ പഞ്ചസാര ഉയർന്നാലും ഇൻസുലിന് അത് ഫലപ്രദമായിട്ട് കോശങ്ങൾക്കുള്ളിലേക്ക് വലിച്ചെടുക്കുവാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെയാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത്. എല്ലാ പ്രമേഹ രോഗികളും ചികിത്സിക്കുന്ന വേളയിൽ ഡയബറ്റിസ് ടീം അംഗങ്ങളുമായിട്ട് അവർക്കുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും സംസാരിക്കണം. അത് ഒളിച്ചു വയ്ക്കേണ്ട വിഷയങ്ങളല്ല. നമുക്ക് ഒരു ദുഃഖം അത് ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് എങ്കിൽ ഒരു പക്ഷേ നമുക്കതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കാം. പക്ഷേ ആഴ്ചകളും മാസങ്ങളും നമുക്ക് വേദന ഉളവാക്കുവാൻ സാധ്യതയുള്ള എന്തെങ്കിലും സംഭവവികാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. ഇനി ഒരു വേള ചികിത്സിക്കുന്ന ഡോക്ടർക്ക് സമയക്കുറവ് കൊണ്ട് അത് കേൾക്കുവാൻ സാധിക്കാതെ വരികയാണ് എങ്കിൽ ഡയബറ്റിസ് ടീം ഉള്ള സ്ഥലങ്ങളിൽ ചികിത്സയ്ക്കായിട്ട് പോവുക. അതാണല്ലോ വേണ്ടത്. നമുക്ക് എല്ലാം സംസാരിക്കുവാനായിട്ട് നേഴ്സ് എഡ്യൂക്കേറ്റർ ഉണ്ടാകും, അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ ഉണ്ടാകും. ഇവർക്കെല്ലാം ചികിത്സയിൽ ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് രോഗിക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മരണം വീട്ടിൽ സംഭവിക്കുന്നു. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, കൃത്യമായ സമയത്ത് ഇൻസുലിൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. ഇത്തരം വേളകളിൽ അനിയന്ത്രിതമായ പ്രമേഹമുള്ള രോഗി എന്ത് ചെയ്യും? പ്രത്യേകിച്ചും മരണമടഞ്ഞിരിക്കുന്നത് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് എങ്കിൽ. ഞങ്ങളുടെ ഡയബറ്റീസ് ടെലി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ദിവസം ഒരു ഫോൺ കോളെങ്കിലും ഞങ്ങൾക്കിങ്ങനെ കിട്ടാറുണ്ട്. ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ പ്രായമുള്ള അമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ വീട്ടിൽ ഒരു കല്യാണമാണ്. കല്യാണ സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. പക്ഷേ വിവാഹവും പ്രമേഹ രോഗികൾക്ക് ദുരന്തം തന്നെയാണ്. കാരണം അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവർക്കോ ഒരു വിവാഹം ആഘോഷിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന ഒരു സ്ട്രെസ്സിൽ ഉൾപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ നാം ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന സമയത്ത് മരുന്നുകൾ എടുക്കുവാൻ കഴിയുന്നില്ല, ഭക്ഷണം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് അനുസരിച്ച് എങ്ങനെ നമ്മളുടെ ചികിത്സയിൽ പുനർക്രമീകരണങ്ങൾ വരുത്തണമെന്നുള്ളത്, ഓരോ രോഗിക്കും എങ്ങനെ വേണം എന്നുള്ളത് ചികിത്സിക്കുന്ന ടീം അംഗങ്ങളോട്
വളരെ വിശദമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ചില ഇൻസുലിൻ ആഹാരത്തിന് മുൻപെടുക്കേണ്ടതാണെങ്കിൽ കൂടിയും ഇത്തരം വേളകളിൽ ആഹാരത്തിന് ശേഷം എടുക്കാൻ സാധിക്കും. ആഹാരം കഴിക്കാതെ രോഗി കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ മരുന്നുകൾ അതേ ഡോസിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ ഈ അപകടങ്ങൾക്കിടയിൽ മറ്റൊരപകടം എന്നൊരു നിലയ്ക്ക് ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും. അപ്പോൾ ആഹാരം ഒന്നും കഴിക്കാതെ ഗുളിക കഴിക്കുകയാണ്, ആഹാരം കുറച്ച് കഴിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എടുത്ത് അതേ ഇൻസുലിൻ എടുക്കുകയാണ് എങ്കിൽ ഷുഗർ ചിലപ്പോൾ ക്രമാതീതമായിട്ടങ്ങ് കുറഞ്ഞു പോകും. അത് വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യും. നമുക്ക് സ്ട്രെസ്സ് 2 തരത്തിലുണ്ട്. മെൻ്റൽ സ്ട്രെസ്സ് മാത്രമല്ല സ്ട്രെസ്സ്, ഫിസിക്കൽ സ്ട്രെസ്സും സ്ട്രെസ്സ് തന്നെയാണ്. നമുക്ക് കാലിൽ വിരൽ മുറിഞ്ഞാലും പഞ്ചസാര കൂടും, നമ്മളുടെ മനസ്സിന് മുറിവേറ്റാലും പഞ്ചസാര കൂടും. മുറിവ് ഒന്ന് തന്നെയാണ്. അത് ശരീരത്തിനുമാകാം മനസ്സിനുമാകാം. ഒരേ പ്രാധാന്യം കൊടുക്കുക 2 മുറിവുകൾക്കും. ഒന്ന് പുറത്ത് കാണുവാൻ സാധിക്കും, മറ്റു ചിലപ്പോൾ കാണുവാൻ സാധിച്ചില്ല എന്ന് വരും. ഫിസിക്കൽ സ്ട്രെസ്സും മെൻ്റൽ സ്ട്രെസ്സും ഹോർമോണുകൾ കാരണവും മറ്റനേകം കാരണങ്ങൾ കാരണവും ഡയബറ്റീസിൻ്റെ നില ഗുരുതരമായിട്ട് വർദ്ധിപ്പിക്കും. ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എല്ലാ പരിപാടികളിലും പറയുന്ന ഒരു സത്യമുണ്ട്. പഞ്ചസാര മാത്രം അല്ല ഡയബറ്റീസ്, അതിൽ രക്തസമ്മർദ്ദമുണ്ട്, രക്തത്തിൽ കൊഴുപ്പുണ്ട്, മറ്റനേകം ഘടകങ്ങൾ ഒന്നിച്ച് ചേർന്നതാണ് ഡയബറ്റീസ്. ഈ ഘടകങ്ങൾക്കെല്ലാം വ്യതിയാനങ്ങൾ സംഭവിക്കും നമുക്ക് മനസ്സിനോ ശരീരത്തിനോ ആഘാതമേൽക്കുമ്പോൾ. രക്തസമ്മർദ്ദം കൂടാം, രക്തത്തിലെ കൊഴുപ്പ് ഒരുപാട് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ട്രെസ്സിനുള്ള ചികിത്സ ലഭിക്കുമ്പോൾ പ്രമേഹ രോഗികൾക്ക് രക്തസമ്മർദ്ദവും കുറയുന്നതായിട്ട് കാണുന്നു, കൊഴുപ്പും കുറയുന്നതായിട്ട് കാണുന്നു. പഞ്ചസാര മാത്രമല്ല, ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ രോഗികൾക്ക് ഒരുപാട് പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ്. അല്ലാതെ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. മനസ്സ് പ്രമേഹത്തിന് കാരണമാണ് എന്ന് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ നമുക്കങ്ങനെ തുടർച്ചയായ ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ മനസ്സിന് ഒരു മുറിവ്, അത് ഉണങ്ങാത്തൊരു മുറിവായിട്ട് കാലങ്ങളോളം നിലനിൽക്കുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ചികിത്സ വേണ്ടി വരും. മരുന്നുകൾ മാത്രമല്ലല്ലോ ചികിത്സ. നമുക്ക് സ്ട്രെസ് റിലാക്സ് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്യാം, പാട്ട് കേൾക്കാം, ഡാൻസ് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാം, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം. നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന എന്താണോ, അത് ചില വ്യക്തികളാണോ, ചില സംഭവങ്ങളാണോ, അല്ലെങ്കിൽ ജോലിയാണോ, അത് തിരിച്ചറിയുക. എന്താണ് നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളത്? അത് ചില വ്യക്തികളായിരിക്കും ചിലപ്പോൾ ഒരു സ്ട്രെസ്സിന് കാരണം. ആ വ്യക്തികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുതന്നെയാണ് ചികിത്സ. അപ്പോൾ ചികിത്സയ്ക്ക് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രമേഹത്തിന് ഇത്ര നിയന്ത്രണ വിധേയമല്ലാത്ത വിധത്തിലാക്കി തീർക്കുവാൻ കാരണമായി തീർന്നത്, ആ ഒരു മനസ്സിനേൽക്കുന്ന ഈ സംഘർഷത്തിന് കാരണം എന്താണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് സ്വയം സാധിച്ചില്ല എങ്കിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗത്തിൻ്റെയോ സഹായം തേടുക. കാരണം പ്രമേഹ രോഗിക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് വരും. ചിലപ്പോൾ ആ സ്ട്രെസ്സ് മറ്റുള്ളവർക്ക് പ്രാധാന്യം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു സ്ട്രെസ് ആയിരിക്കില്ല. ആ സ്ട്രെസ് അങ്ങനെ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ ശേഷം അത് ഒഴിവാക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു മുറിവ് കൈകാലുകൾക്കുണ്ടാകുന്ന ഒരു മുറിവ് പോലെ തന്നെ അത് ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്നതാകാം, ചിലപ്പോൾ മാസങ്ങളോളം നിലനിൽക്കുന്നതാകാം. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ അവസ്ഥയിൽപ്പെടുന്ന മനസ്സിനേറ്റ ഒരു ആഘാതമാണ് എങ്കിൽ അത് നന്നായിട്ട് ചികിത്സിക്കുവാൻ കഴിയാതിരുന്നാൽ പ്രമേഹ രോഗികൾക്ക് മറ്റ് ആപത്തുകൾക്കും അപകടങ്ങൾക്കും കാരണമായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് മാനസിക സംഘർഷം എന്ന് പറയുന്നതിനെ ലാഘവത്തോടുകൂടി കണ്ട് നിസ്സാരവൽക്കരിക്കരുത്. അതിന് അർഹിക്കുന്ന ഗൗരവം കൊടുത്തു തന്നെ വേണം പ്രമേഹം ചികിത്സിക്കുവാനായിട്ട്. അടുത്ത മാസം നമ്മൾ പുതിയൊരു വിഷയമായിട്ട് ഇനിയും കാണും. JDC ഡയബറ്റിസ് ജെംസ് വീഡിയോ കണ്ട് അഭിപ്രായങ്ങളും മറ്റ് ഇമെയിലൂടെ അറിയിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, ലോകം മുഴുവനുള്ള മലയാളികൾക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങൾ ജ്യോതിദേവസ് ഡയബറ്റിസ് ആൻഡ് റിസർച്ച് സെൻറ്ററിലെ ടീം അംഗങ്ങൾ കേരളത്തിൽ നിന്ന്. നന്ദി, നമസ്കാരം.